പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ. ബ്ലാസ്റ്റേഴ്സിന്റെ മലയാളി സൂപ്പർ താരമായിരുന്ന രാഹുൽ KP ഇക്കഴിഞ്ഞ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിലാണ് ക്ലബ്ബ് വിട്ടത്. അദ്ദേഹം ISL ക്ലബ്ബ് തന്നെയായ ഒഡീഷ FCയിലേക്കാണ് നിലവിൽ ചേക്കേറിയിട്ടുള്ളത്. അവിടെ മികച്ച പ്രകടനം തന്നെ നടത്താൻ രാഹുലിന് കഴിഞ്ഞിട്ടുമുണ്ട്. കൂടാതെ അവിടെ ഒരു ഗോൾ നേടാനും താരത്തിന് കഴിഞ്ഞെന്നതും എടുത്തു പറയേണ്ട മറ്റൊരു സംഗതി തന്നെയാണ്. എന്നാൽ രാഹുലിന്റെ പകരക്കാരനെ ഇതുവരെയായിട്ടും ബ്ലാസ്റ്റേഴ്സ് കണ്ടെത്തിയിട്ടില്ല. ഉയർന്നു കേൾക്കുന്നത് രണ്ട് പേരുകളാണ്. ഒന്ന് മലയാളി താരമായ ജിതിൻ എംഎസിന്റെയും അതുപോലെ തന്നെ ഇന്ത്യൻ സൂപ്പർ താരമായ ബിബിൻ സിംഗിന്റേതും. എന്നാൽ ജിതിൻ എംഎസ് ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്താൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു അപ്ഡേറ്റ് കഴിഞ്ഞ ദിവസം ബ്ലാസ്റ്റേഴ്സിന് മീഡിയ പാർട്ട്നേഴ്സായ മനോരമ പങ്കുവച്ചിരുന്നു. മനോരമ പങ്കുവച്ച അപ്ഡേറ്റ് അനുസരിച്ച് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ രാഹുലിന്റെ പകരക്കാരനായി ജിതിൻ എംഎസിനെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. താരത്തിന് നോർത്ത് ഈസ്റ്റുമായുള്ള കരാർ ഈ സീസൺ കഴിഞ്ഞാൽ ഉടൻ തന്നെ അവസാനിക്കുകയാണ്. അതായത് അടുത്ത മാസം മെയ് 31 താരത്തിന് നോർത്ത് ഈസ്റ്റുമായുള്ള കരാർ അവസാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ താരത്തെ കൊണ്ടുവരാൻ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളൊരു അപ്ഡേറ്റ് ആണ് കഴിഞ്ഞ ദിവസം മനോരമ പങ്കുവച്ചത്. എന്നാൽ ബ്ലാസ്റ്റേഴ്സിന് ഇപ്പോൾ വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ ഏറ്റിരിക്കുന്നത്. ജിതിൻ എംഎസിന്റെ കരാർ ഇപ്പോൾ നോർത്ത് ഈസ്റ്റ് പുതുക്കാൻ തീരുമാനിച്ചു എന്നുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആണ് നിലവിൽ പുറത്തു വരുന്നത്. എന്നാൽ നമുക്ക് വിശദമായി ഇതിന്റെ പരിശോധിക്കാം. അതിനുമുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം 80% പേരും ചാനൽ ഇതുവരെയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തില്ല. അതുകൊണ്ട് ദയവായി എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഇതിന്റെ വീഡിയോ തന്നെ കടക്കാം. എന്തായാലും രാഹുലിന്റെ പകരക്കാരനെ കണ്ടെത്തുന്നതിൽ ഇപ്പോൾ ഒരു വലിയ തിരിച്ചടിയാണ് ബ്ലാസ്റ്റേഴ്സിന് ഏറ്റിരിക്കുന്നത്. ബ്ലാസ്റ്റേഴ്സ് നോട്ടമിട്ട മലയാളി സൂപ്പർ താരമായ ജിതിൻ എംഎസിന്റെ കരാർ ഇപ്പോൾ നോർത്ത് ഈസ്റ്റ് പുതുക്കാൻ തീരുമാനിച്ചിരിക്കുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആണ് ഓൾ ഇന്ത്യ ഫുട്ബോൾ എന്ന് പറയുന്ന മാധ്യമം ഇപ്പോൾ നിലവിൽ പങ്കുവയ്ക്കുന്നത്. ഏതായാലും അവർ പങ്കുവയ്ക്കുന്ന അപ്ഡേറ്റ് അനുസരിച്ച് ഇപ്പോൾ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ജിതിൻ എംഎസിന് 3 വർഷത്തെ കരാറാണ് ഇപ്പോൾ നൽകിയിട്ടുള്ളത്. താരവും അതുപോലെ തന്നെ നോർത്ത് ഈസ്റ്റ് തമ്മിൽ ആ കരാറിൽ ഉടൻ തന്നെ ഒപ്പുവെക്കും എന്നുള്ളൊരു കാര്യമാണ് നിലവിൽ അറിയാനായിട്ട് സാധിക്കുന്നത്. കൂടാതെ അച്ചാരെ എന്ന് അറിയപ്പെടുന്ന നോർത്ത് ഈസ്റ്റിന്റെ ഗോൾഡ് യന്ത്രമായ താരത്തിന്റെ കരാറും ഇപ്പോൾ പുതുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. താരത്തിന്റെ കരാർ 1 വർഷത്തേക്കാണ് പുതുക്കുന്നത്. എന്നാൽ മലയാളി താരമായ ജിതിൻ എംഎസിന്റെ കരാർ 3 വർഷത്തേക്ക് പുതുക്കാനാണ് ഇപ്പോൾ നോർത്ത് ഈസ്റ്റ് തീരുമാനമെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ജിതിൻ എന്തായാലും ഇനി ബ്ലാസ്റ്റേഴ്സിലേക്ക് രാഹുലിന്റെ പകരക്കാരനെ എത്താൻ സാധ്യതകൾ കാണുന്നില്ല. ഇനി മുൻപിലുള്ളത് ബിബിൻ സിംഗ് മാത്രമാണ്. ബിബിൻ സിംഗിനെ ബ്ലാസ്റ്റേഴ്സ് നോക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം ആശിഷ് നെഗി കൺഫേം ചെയ്തൊരു വാർത്ത കൂടിയാണ്. എന്നാൽ ബിബിൻ സിംഗ് എത്തുമെന്നൊക്കെ നമ്മൾ കണ്ടറിയേണ്ട ഒരു കാഴ്ച കൂടിയായിരിക്കും. എന്തായാലും ജിതിൻ എംഎസ് ഇനി ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തില്ല എന്നുള്ള കാര്യം ഇപ്പോൾ ഏകദേശം ഉറപ്പായിട്ടുണ്ട്.